പിന്നെ കുശുമ്പൊക്കെ ഉള്ളവരുടെ മുഖം പെട്ടെന്ന് വെളുക്കത്തില്ലെന്നാണ് ഇങ്ങനെ പറയുന്നത്, ശാസ്ത്രം തെളിയിച്ചേക്കുന്നത് കേട്ടോ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. കുഞ്ഞു വിശേഷങ്ങളെന്ന് വെച്ചാൽ ഇന്നും നമുക്ക് ടിപ്പൊക്കെ ചെയ്യാൻ കേട്ടോ. ഇവിടെ മഴയൊക്കെയാണ്, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞടുക്കളയിലെ വെട്ടമൊക്കെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നും അങ്ങോട്ട് ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നലെ ഒത്തിരി കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ. ഒത്തിരി സന്തോഷം സുക്കുവിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിനെ. അപ്പോൾ ഉഷാക്കുറുപ്പ് ചേച്ചിക്ക് ഒരു വലിയ ഹായ് ഉണ്ട്. സുറുമി നൗഫിക്ക് ഒരു വലിയ ഹായ് ഉണ്ട്. സുകുടുംബത്തിലെ അമ്മേ, അയ്യോ ഇന്നലെ ഞാൻ വിറച്ചു പോയില്ലേ, അപ്പോഴേ എനിക്ക് എന്തോ അന്നേരം മഴ എന്തോ ഇത് പറ്റിയതാട്ടോ, അല്ലാതെ പേടിയൊന്നും ഇല്ല സുക്കൂര് കേട്ടോ. പിന്നെ ബീഗംസ് ബ്ലോഗിലെ കൂട്ടുകാരിക്കും ഒരു വലിയ ഹായ് ഉണ്ട്. സന്തോഷം വീഡിയോ കാണുന്നതിനും സപ്പോർട്ടൊക്കെ ചെയ്യുന്നതിനും കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നലത്തെ വിശേഷങ്ങളെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മുടെ ശോഭനാമ്മ പറഞ്ഞു സരസ്വനെ ഞാൻ എന്തിനാണ് പേടിക്കുന്നതെന്ന്, നമുക്ക് പേടിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. എനിക്ക് പേടിയാ സത്യമായിട്ട്. അമ്മ ഒന്നും പറയത്തൊന്നുമില്ല, എന്നാലും എനിക്കൊരു ചമ്മലോ എന്തോ പോലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 വർഷമൊക്കെ ആയി വീഡിയോ ഒക്കെ ചെയ്യാൻ അമ്മയ്ക്ക് അത് അറിയുകയും ചെയ്യാം. വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് അറിയുകയും ചെയ്യാം. എന്നാലും എനിക്കൊരു പേടി എന്തോ പോലെ കേട്ടോ. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്തൊന്നും ചെന്ന് വീഡിയോ ഒന്നും എടുക്കത്തില്ല. അമ്മ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പാത്തും പതുങ്ങി ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. പേടി ഉണ്ട്, അമ്മയെ നമ്മൾ പേടിക്കണമല്ലോ, പേടിയൊക്കെ ഉണ്ട്. ആരും ഒരു കുഞ്ഞു ഭയം സുപ്പോലും ഉണ്ടേ കേട്ടോ. അതൊക്കെയുള്ള, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. സരസ് പാവമല്ലേ, അവിടെ സരസ് പാവമായതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം അമ്മക്കിടി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോഴേ ഇന്ന് നമ്മുടെ ടിപ്പൊക്കെയാണ്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. മഴയൊക്കെയാണ്, എല്ലായിടത്തും മഴയൊക്കെയാണ്. ഒന്നേ മഴയുടെ കാര്യം ഓർക്കും, വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യമൊക്കെ ഓർക്കുമ്പോഴും നമുക്ക് പേടി വരുന്നതല്ലേ. കുറച്ച് മഴയും കുറച്ച് വെയിലും ഒക്കെ തരട്ടെ അല്ലേ, ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ അല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ പോകാം. ഇന്ന് നമ്മുടെ ഇവിടെ മഴയൊക്കെയാണ്, പിള്ളേരെ മഴയൊക്കെയാണ്. രാവിലെ മുതൽ കരണ്ട് പോക്കും ഒക്കെയാണ്. പക്ഷേ ഇപ്പോഴുണ്ടല്ലോ, രാവിലെ നമ്മൾ കരണ്ട് പോവും മഴയാണെന്നൊക്കെ പേടിച്ച് എല്ലാവരും രാവിലെ ടാങ്ക് അങ്ങ് നിറച്ചിടുകയല്ലോ. അതാണ് ആദ്യം ഫസ്റ്റിലെ ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ മടിയായിരുന്നു, എനിക്ക് പണ്ട് മടിയായിരുന്നു, ഞാനങ്ങനെ അത് ശ്രദ്ധിക്കത്തേ ഇല്ല. ഇപ്പം ഇനി മഴയും കരണ്ട് പോക്കെ ഇടയ്ക്ക് നമ്മുടെ മാമന്മാർ ഇങ്ങനെ വെറുതെ ഇരുന്ന് കുത്തിപ്പറിയാങ്ങ് ഓണാക്ക് ഓഫാക്കും, ഓണാക്ക് ഓഫാക്കും. എപ്പോഴാണെന്ന് അറിയത്തില്ല എൻ്റെ കയ്യിൽ നിന്ന് തല്ലി വാങ്ങിയത് കേട്ടോ. അതുകൊണ്ട് പേടിച്ച് നമ്മളെല്ലാവരും ഇനി എല്ലാവരും രാവിലെ വെള്ളമൊക്കെ അടിച്ചിട്ട് വേണം, അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് നിലവിളിയും കഴിച്ചിലും വെള്ളമൊക്കെ കേൾക്കും. അതുകൊണ്ട് കേട്ടോ എല്ലാവരും രാവിലെ വെള്ളം അടിച്ചിടാൻ നോക്കണം. പിന്നെന്താ മെയിൻ പ്രശ്നങ്ങൾ നമ്മുടെ പിന്നെന്താ മോളെ, നമ്മളെന്തൊക്കെയാണ് രാവിലെ ചെയ്യുന്നത്? ഞങ്ങൾ അതന്നെ ചെയ്യും കേട്ടോ. പിന്നെ ഓർത്തിട്ട് പറയാം. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ നമ്മുടെ കുഞ്ഞു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുളിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് വേറൊരു സൂത്രപ്പണി ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് നമ്മുടെ കുഞ്ഞടുക്കളയിലെ വിശേഷങ്ങളൊന്നുമല്ല കേട്ടോ. ഇന്നലെ നാട്ടുകാരും നമുക്കിപ്പോൾ കമൻ്റൊക്കെ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കമൻറ്റുകളാണെങ്കിൽ അവിടെ തന്നെ കിടക്കും. എന്നെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കമൻ്റാണെങ്കിൽ നമ്മൾ അപ്പോഴേ അവിടെ കിടന്ന് അത് പഴഞ്ഞാവാൻ സമ്മതിക്കത്തില്ല ഞാൻ കേട്ടോ. യൂട്യൂബ് അമ്മാവൻ അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഞങ്ങൾക്കൊക്കെ തന്നതുകൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോൾ കെമിക്കലൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ് നമ്മൾ തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് വിഷമിക്കേണ്ട, എൻ്റെ മുഖം മഞ്ഞളൊന്നും ആവത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കെമിക്കലുകൾ ഒന്നും ഇല്ലാത്ത സംഭവങ്ങളാണ് വാങ്ങിക്കുന്നതിനൊക്കെ. കെമിക്കലുണ്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു ഐറ്റങ്ങളും കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. വേറെ നമ്മൾ ക്രീമുകളൊന്നും അല്ലല്ലോ തേക്കുന്നത്. അതുകൊണ്ട് വിഷമിക്കേണ്ട കേട്ടോ. അങ്ങനെ വിഷമമാണെങ്കിൽ ഇന്നൊരു കമൻറ്റ് വന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ.
അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ടിപ്പൊക്കെ ചെയ്തിട്ട് പോകാം. ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് നമ്മൾ സോപ്പിട്ട് മുഖം നന്നായിട്ട് കഴുകണം. ഇന്ന് നല്ലൊരു അടിപൊളി പായ്ക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം പിന്നെ കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ ഇതായതുകൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടി, നമ്മുടെ അരിപ്പൊടി, തേൻ, പാല്, കറ്റാർവാഴയുടെ ജെല്ല് കേട്ടോ. ഇത്രയും സംഭവങ്ങളും കൊണ്ടാണ് ഇന്ന് നമ്മുടെ ടിപ്പൊക്കെ ചെയ്യാൻ വന്നേക്കുന്നത്. നമ്മുടെ കയ്യിലൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ കേട്ടോ, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ആ കൂട്ട് ഞാൻ ഇച്ചിരി മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ തയ്യാറാക്കി വെക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനെല്ലാവരും കൂടെ ഒന്ന് കൂട്ടുകൂടണ്ടേ, അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മളിതങ്ങോട്ട് ചെയ്ത ഉടനെ നമ്മളങ്ങോട്ട് പുരട്ടി അതത്ര എനിക്ക് തോന്നുന്നില്ല അങ്ങോട്ട് നമ്മുടെ മുഖത്ത് അങ്ങോട്ട് ഏക്കുമെന്ന്. പെട്ടെന്ന് ചെയ്യരുത്, ഇച്ചിരി നേരം ഒന്ന് നമ്മൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യണം, ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഒരു കൂട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി മറിച്ചൊക്കെ ഞാൻ വെച്ചിരുന്നതാണ്. ഇങ്ങനെയാണ് നമ്മുടെ കഴിക്കാൻ തോന്നുന്നത് കേട്ടോ. നല്ല പരുവത്തിന് നമ്മൾ അങ്ങോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. ഇന്നലത്തെ എല്ലാവരും ടിപ്പൊക്കെ ചെയ്തോ എല്ലാവരും? അപ്പോൾ ഇങ്ങനെ മടിച്ചിരിക്കുന്ന പെൺപിള്ളേരൊക്കെ ചെയ്യണം കേട്ടോ. ഒത്തിരി വീട്ടമ്മമാർക്ക് ഞാനും ഇങ്ങനെയൊക്കെ സത്യമായിട്ടാണ് ആ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ അങ്ങനെ ഒന്നും തേക്കത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഒരാഴ്ച കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് തുടർന്ന് നമ്മളിങ്ങനെ ടിപ്പുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. ഞാൻ നേരത്തെ ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു. ഒരു ക്രീം പോലും സത്യമായിട്ടും ഞാൻ ഒരു ക്രീം പോലും തേക്കത്തില്ലെന്ന് ഞാൻ എപ്പോഴും പറയുമല്ലോ കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാനും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ മുഖക്കുരുവോ പിന്നെ അതിൻ്റെ പാടുകൾ ചിലരെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മുഖത്തെന്താ ഈ കുഴികൾ ഒക്കെ ഉണ്ടാകും കേട്ടോ. അതൊക്കെ മാറിക്കിട്ടും നമ്മൾ തുടർച്ചയായിട്ടിങ്ങനെ ഓരോ കുഞ്ഞു ടിപ്പുകളൊക്കെ ചെയ്താൽ കേട്ടോ. അപ്പോൾ ഞാൻ പുരട്ടിട്ട് ഇപ്പം എന്തേ ഒരു കുഞ്ഞു വെയിൽ വന്നു കേട്ടോ. രാവിലെ മുതൽ സത്യമാണ് കേട്ടോ, രാവിലെ ഇവിടെ നിന്ന് സത്യം പറഞ്ഞ പുരട്ടാത്തതിൻ്റെ പ്രശ്നം ഇതാണ്. എൻ്റെ പൊന്നെ ഇവിടെ എല്ലാം വീഴുന്നു. എന്നെ ഓടിച്ചിട്ടടിക്കണ്ടേ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ഞാൻ പറയുന്നില്ല ആരാണിത് കേട്ടോ. അമ്മ എനിക്ക് പണി തരുവാന്ന് അവൾ പറയരുത്. ഇന്ന് പറഞ്ഞു വന്ന കാര്യം എന്തുമായിരുന്നു? എന്തുവായിരുന്നു മോളെ? മറന്നു. ആരണയുടെ സ്വഭാവം എന്തുവാണെന്ന് പറഞ്ഞു വന്നേ. എന്തുവായിരുന്നു നമ്മൾ പറഞ്ഞു വന്നേ? ഒന്ന് കട്ട് ചെയ്ത് ഞാൻ നോക്കട്ടെ ഞാൻ എന്താ പറഞ്ഞതെന്ന് ചെയ്തിട്ട് ഒന്നും കൂടെ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന്. അപ്പോഴാണ് വേറെ ഏതാണ്ട് ഇത് തുള്ളി തറയെ വീണത്. അപ്പോൾ ഈ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവോ? രാത്രി മഴ പെയ്യും, എന്നിട്ടുണ്ടല്ലോ ഒരു വെളുപ്പംകാലാവുമ്പോൾ മഴ എങ്ങ് തോരും, എന്നിട്ടുണ്ടല്ലോ ജോലിക്കാരൊക്കെ പോകാൻ നേരമാകുമ്പോൾ വീണ്ടും അങ്ങോട്ട് പൊഴിയാൻ തുടങ്ങും. അപ്പോൾ ഈ ജോലിക്കൊക്കെ പോകാൻ തയ്യാറായി നമ്മൾ പാവം വീട്ടമ്മമാരുന്നായ പിന്നെ പൊളിച്ചോറൊന്നും കിട്ടത്തില്ല. നമ്മുടെ അമ്മ എപ്പോഴും ഇവിടെ ഉണ്ടാകും. അപ്പോഴേ നമ്മുടെ പാവം വീട്ടമ്മമാർ പൊതിച്ചോറൊക്കെ അങ്ങോട്ട് ചേട്ടന്മാർക്ക് കെട്ടി വെച്ച് കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്കിയിരിക്കുമ്പോൾ മഴ വീണ്ടും പെയ്യും. അപ്പോഴന്നത്തെ മഴ കാണുമ്പോൾ അവരങ്ങ് മടിക്കും. ഇന്ന് മഴയാ, പിന്നെ എന്താ ജോലിക്ക് പോകുന്നവരൊക്കെ അങ്ങനെയല്ലേ പറയുന്നത്, ഇന്ന് മഴയാ അതുകൊണ്ട് ഞാൻ പോകുന്നില്ലടി. എന്നാ ചേട്ടൻ പോണ്ട, ചേട്ടൻ പോയി മഴയൊന്നും നനയണ്ടെന്ന് നമ്മൾ ചേച്ചിമാരും പറയും. പിന്നെ ഒരു 10 മണിയാവുമ്പോൾ അങ്ങോട്ട് വെയിൽ തെളിയാൻ തുടങ്ങും. അന്നേരം ചേച്ചിമാരങ്ങോട്ട് വയലൻ്റ് ആവാൻ തുടങ്ങും. ഈ മനുഷ്യർ എന്തോ ഒരു കുത്തിയിരിക്കുക, ഇന്ന് 1000 രൂപ കിട്ടത്തില്ലായിരുന്നു, എന്തിനു കുത്തിയിരുന്നു, അതേ നല്ല വെയിൽ കാണും എന്നും പറഞ്ഞ് ഈ ചേട്ടന്മാരെ കൊല്ലാക്കൊല ചെയ്യുന്ന എത്ര ചേച്ചിമാർ കാണും കേട്ടോ. ഞാൻ നമ്മുടെ അണ്ണനെ ഒന്നും പറയത്തില്ല, ഞാൻ പറയുമോ എൻ്റെ അടുത്ത് ഇരുന്നോളാൻ പറയത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ എത്ര ചേച്ചിമാർ കാണും ഈ ചേട്ടന്മാരെ തെറി വിളിക്കുന്നത് അല്ലേ. പാവം ചേച്ചിമാരും ചേട്ടന്മാരും ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞു വന്നത് ഈ മഴ കളിപ്പീരായ ചില സമയത്ത് ഭയങ്കര കളിപ്പീരാണ് മഴ കേട്ടോ. 1000 രൂപ കിട്ടത്തില്ല, സത്യമല്ലേ പറയുന്നത്, സത്യമല്ലേ. ആരെങ്കിലും വെറുതെ കൊണ്ടു കൊടുക്കും, വീട്ടിൽ ഇരുന്നാൽ കൊണ്ടു കൊടുക്കും 1000 രൂപ. എവിടെയെങ്കിലും ഇറങ്ങിപ്പോയി ജോലി ചെയ്തല്ലേ കിട്ടത്തുള്ളൂ പൈസ അല്ലേ. അങ്ങനെ മഴ ഇങ്ങനെ കളിപ്പിക്കും. ഇനിയിപ്പോൾ നല്ല മഴയാണല്ലോ, തുടങ്ങിയിട്ടില്ല.
വെള്ളമൊക്കെ വരേണ്ടവർക്ക് വെള്ളമൊക്കെ ആവട്ടെ. എത്രയോ പേര് വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു. അതാണ് സങ്കടം. വെള്ളമൊക്കെ വാങ്ങിക്കലും ഒക്കെ ആകുമ്പോൾ പിന്നെ നമ്മുടെ ഇവിടെങ്ങും പിന്നെ എന്താ വെള്ളത്തിന് അങ്ങനെ ക്ഷാമവും ഇല്ല കേട്ടോ. കനാലും കല്ലുകുഴി ഉണ്ടല്ലോ, പണ്ട് പാറ പൊട്ടിക്കുന്ന ഒരു 3-4 കല്ലുകുഴി ഉണ്ട്. എൻ്റെ പൊന്നെ, ചെന്ന് കണ്ടാൽ തല ഇറങ്ങി തറയിൽ വീഴും കേട്ടോ. പിന്നെ അതിനകത്തൊക്കെ ഒത്തിരി പേര് നീന്തി തുടിച്ച് കയറി വരാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പിന്നെ ഒരു 3-4 വലിയ പാറക്കുഴി ഉണ്ട് നമുക്ക് കേട്ടോ. എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞ്. അതിൻ്റെ വഴിയേ പോകത്തില്ല, പേടിയാണ്. വെള്ളം ആവേണ്ടവർക്ക് വെള്ളമൊക്കെ ആവണ്ടേ, ചൂട് കൂടുതലായവർക്ക് ചൂടൊക്കെ കുറയട്ടെ കേട്ടോ. മഴയും വേണം, വെയിലും വേണം, എല്ലാം വേണം അല്ലേ. അപ്പോഴിതേ നമ്മുടെ പായ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അരിപ്പൊടി എന്ന് വെച്ചാൽ നമ്മുടെ മുഖം അങ്ങോട്ട് മുറുക്കുന്ന ഒരു സംഭവമാണ്. അതിനാണ് കറ്റാർ വാഴയുടെ ജെല്ല് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അരിപ്പൊടി നമ്മുടെ സ്കിന്നൊക്കെ മുറുക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വേണമെങ്കിൽ ചിലർക്ക് ബുദ്ധിമുട്ട് എനിക്ക് കുഴപ്പമില്ലാത്ത സ്കിന്നാണ് കേട്ടോ. ചിലരെ പറയുന്നതൊക്കെ അങ്ങോട്ട് കട്ടിയായിട്ടുള്ള പിന്നെ സ്കിന്നുകാരൊക്കെ ഉണ്ടല്ലോ. അപ്പോഴും അവരൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് ജെല്ല് തേക്കേണ്ടവർക്ക് ഇതേപോലെ കറ്റാർ വാഴയുടെ ജെല്ല് തേക്കാം. പിന്നെ അല്ലാതെ എന്തെങ്കിലും അവരൊക്കെ പിന്നെ ഓയിലൊക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ ചെയ്യുന്നത്, അതൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. എന്തായാലും കുളിക്കാൻ പോവാം. അപ്പോൾ ഞാൻ വെച്ചാൽ നമ്മുടെ കഴുത്തിൽ ഞാൻ എന്ത് ചെയ്താലും നമ്മുടെ കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കും. എന്തായാലും നമ്മുടെ കഴുത്തും പിന്നെ നമ്മുടെ മുഖം പോലെ ഇരിക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ രണ്ടും 2 ഷെയ്ഡായിപ്പോയി, വൃത്തികേടായി പോകും കേട്ടോ. പിന്നെ എന്ത് ചെയ്യുവാണേലും പഴയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ എല്ലാം ആയിപ്പോവും. കഴുകാനുള്ളതൊക്കെ പറക്കി ഇട്ടാൽ കേട്ടോ. നല്ല ഡ്രസ്സ് കൊണ്ട് എനിക്ക് ദേഷ്യം വരും. കുളിച്ചിട്ടൊക്കെ വന്ന് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഈർച്ചയിടുക. എന്തായാലും ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു 10-20 മിനിറ്റ് നമുക്ക് ഇങ്ങനെ നിൽക്കാം. അപ്പോഴാരോ ഒരു മോളെന്നോട് ഇന്നലെ ചോദിച്ചായിരുന്നു, തലയിൽ എന്തുവാ ചേച്ചി ഇട്ടതെന്ന്. തലയിൽ മുട്ടയുടെ വെള്ളയാണ് ഞാൻ തേച്ചത് കേട്ടോ. അതിനകത്ത് ആരോ ഏതോ മോളുമാരാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴേ ഇനി ഒരു 10-20-25 മിനിറ്റ് നമുക്ക് നിന്നിട്ട് കഴിയട്ടൊക്കെ വരാം കേട്ടോ. അപ്പോഴത് എൻ്റെ മുഖത്തിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെ ഞാൻ എടുക്കത്തുള്ളൂ. എൻ്റെ മുഖത്തിന് ആവശ്യമായിട്ടുള്ള സമയം എനിക്ക് ഈ 1 സ്പൂണ് കണക്കാണ് കേട്ടോ. ഞാൻ 1 സ്പൂൺ എടുക്കത്തുള്ളൂ. 2 സ്പൂൺ എടുത്താൽ എനിക്ക് ഒരുപാട് അധികമാവും. അപ്പോൾ 1 സ്പൂൺ ഗോതമ്പ് പൊടി, 1 സ്പൂണ് അരിപ്പൊടി, പിന്നെ നമുക്ക് തേനും ബാക്കിയിരിക്കുന്ന നമുക്കിതൊക്കെ കയ്യിൽ അങ്ങ് പുരട്ടി കൊടുക്കാം കേട്ടോ. കളയണ്ട. നമ്മുടെ ഈ മുട്ടുമേ കറുപ്പൊക്കെ ഉണ്ടല്ലോ, എനിക്കിങ്ങനെ സംഭവം എന്താണോ വരുന്നത്, ഈ കൈയുടെ മുട്ടിൻ്റെ അവിടെ വരുന്നത്. നമ്മൾ ഈ മൊബൈലൊക്കെ എടുക്കുമ്പോൾ ഞാനിങ്ങനെ കൈയുള്ള കസേര വയ്ക്കും കേട്ടോ. അങ്ങനെയാണെന്ന് തോന്നുന്നു. അല്ലാതെ ഞാൻ പിന്നെ മുറ്റം തൂക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പുറയിലോട്ട് കൈ കുത്തിയല്ലേ നമ്മൾ മുറ്റം തൂക്കുന്നത്. അങ്ങനെയൊക്കെ അല്ലാതെ എനിക്കറിയത്തില്ല ഈ കറുപ്പ് എങ്ങനെ വരുന്നതെന്നേ. മുട്ടിൻ്റെ ഇവിടെ വലതുവശത്തെ തേക്കാൻ ബാക്കിയില്ല. ഇരിക്കട്ടെ, കയ്യും വെളുക്കട്ടെ, ഉള്ളതങ്ങ് തൂത്ത് പുരട്ടിക്കുക കേട്ടോ. കൈ പത്തിയിലായിരുന്നു പുരട്ടേണ്ടത്, പക്ഷേ എനിക്ക് ബാക്കിയില്ല. എവിടെയെങ്കിലും ഇത് സംഭവം വെച്ചാലേ നമുക്കത് അങ്ങോട്ട് തേക്കാൻ ഒക്കത്തുള്ളൂ കേട്ടോ. അപ്പോഴേ ഞാൻ ഇനി കുളിച്ചിട്ടൊക്കെ വരട്ടെ. കുളിച്ചിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ. തറ തുടച്ചിട്ട് പോകാൻ എൻ്റെ മോൾ എന്നോട് ആജ്ഞാപിക്കുവാന്നോ. എന്നെ അങ്ങോട്ട് വേണമെങ്കിൽ തുടങ്ങി അങ്ങോട്ട്. എനിക്ക് വയ്യ. എനിക്ക് സൗകര്യമില്ല. അങ്ങനെ നമ്മുടെ മുഖമൊക്കെ കഴുകി കുളിച്ചിട്ടൊക്കെ വന്നു. പിന്നെ സോപ്പിടരുത് കേട്ടോ. സോപ്പിടരുത് മുഖത്ത്. സോപ്പിടാതെ നമ്മൾ നേരത്തെ അല്ലേ സോപ്പിട്ട് തേച്ച് കഴിഞ്ഞിട്ടല്ലേ ഇത് നമ്മൾ തേച്ചത്. അപ്പോൾ കുളിക്കാൻ നേരം സോപ്പ് തേക്കരുത് കേട്ടോ. ചെയ്തിട്ട് പ്രയോജനമൊന്നും കാണത്തില്ല. അപ്പോൾ വേണ്ട. അപ്പോൾ നല്ല വെയിലൊക്കെ വന്നു നമ്മുടെ ഇവിടെ കേട്ടോ. വേണ്ട, നല്ല ഇതാവും കേട്ടോ. മുഖമേ നല്ല ഇതാവും. ചെയ്ത് നോക്കാം എല്ലാവരും കേട്ടോ.
അടിപൊളി പായ്ക്കാണ്. പിന്നെ കുശുമ്പൊക്കെ ഉള്ളവരുടെ മുഖം പെട്ടെന്ന് വെളുക്കത്തില്ലെന്നാണ് ഇങ്ങനെ പറയുന്നത്, ശാസ്ത്രം തെളിയിച്ചേക്കുന്നത് കേട്ടോ. എൻ്റെ സുപ്പുരുവിനെ കുശുമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏൽക്കുന്നുണ്ടെന്ന് തോന്നി ഇങ്ങനെ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ കേട്ടോ. കുശുമ്പുള്ളവർക്ക് ഏക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോഴും കുശുമ്പൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പായ്ക്കൊക്കെ ഇട്ടിട്ട് സുന്ദരിയൊക്കെ ആവണം എല്ലാവരും കേട്ടോ എന്ന് പറഞ്ഞ് സുന്ദരി ആയെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ. അല്ല, ചില കുശുമ്പുള്ളവരെത്ര തേച്ചാലും ഒന്നും അങ്ങോട്ട് മുഖത്തോട്ട് ഏക്കത്തില്ല കേട്ടോ. ചുമ്മാതാ കേട്ടോ, അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തലയിലാണെങ്കിൽ കഞ്ഞിവെള്ളം കൂടെ തേച്ചിട്ടാ കുളിച്ചത് കേട്ടോ. ഞാൻ ഒരു അരമണിക്കൂർ ഇരുന്ന് കേട്ടോ. എന്തായാലും നമ്മൾ തേക്കുന്നുണ്ടല്ലോ, എന്തായാലും തേക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി നേരം എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ കുളിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്തിനും 5-10 മിനിറ്റ് നമ്മൾ ഇരുന്നിട്ട് പ്രയോജനമൊന്നുമില്ല കേട്ടോ. അപ്പോഴിത്തിരി നേരം ഒന്ന് നമ്മൾ ജോലിയൊക്കെ ചെയ്തിട്ടോ ഒക്കെ നമ്മൾ ഇതിനായിട്ടൊക്കെ മെനക്കെടണം കേട്ടോ. നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമുക്ക് മുഖത്ത് നല്ല വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇങ്ങനെ വെട്ടം അടിക്കുന്നുണ്ടാണെന്ന് എനിക്കറിയില്ല, വെട്ടം ഇങ്ങനെ അടിക്കുന്നത് കൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ലേ. എന്തായാലും നമുക്ക് നല്ല മുഖത്ത് വ്യത്യാസം വരും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോഴെല്ലാ കൂട്ടുകാരും ചെയ്തൊക്കെ നോക്കണം. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോഴത്തേനോ കറ്റാർ വാഴയുടെ ജെല്ലോ ഇല്ലെങ്കിൽ ഇത്തിരി സുപ്പ് കടം തരാൻ വന്നാൽ കേട്ടോ. ഇത്തിരിയൊക്കെ ഞാൻ കടം തരാം, നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ എന്നാൽ മതി കേട്ടോ. അപ്പോഴത്തേനും എൻ്റെ തീരത്തില്ലേ കേട്ടോ. പിന്നെ നമ്മുടെ അണ്ണനെ ഇതൊക്കെ ഇങ്ങനെ തേക്കുന്നപ്പോൾ പറയും, എൻ്റെ പൊന്നെ നേരത്തെ എന്തെങ്കിലും പുട്ടോ ദോശ ഗോതമ്പ് പൊടിയോ ചപ്പാത്തിക്കൊക്കെ ചോദിക്കത്ത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയത്തുള്ളായിരുന്നു. ഞാൻ പെട്ടു. ഇനി ഇങ്ങനെ ഇപ്പോൾ ഓരോന്നോരോന്നും ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പോക്കറ്റ് മൊത്തം കീറുമെന്നൊക്കെ എന്നോട് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സാരമില്ല, വിഷമിക്കേണ്ട, ഞാൻ ചപ്പാത്തിയുടെ പൊടി ഓരോ സ്പൂൺ എടുത്ത് മാറ്റി വെച്ചോളാം, ആഴ്ച ഒരിക്കൽ മാറ്റി വെച്ചോളാം, എന്നിട്ട് ഞാൻ ചെയ്തോളാം എന്നൊക്കെ സമാധാനിപ്പിച്ച് ഇട്ടേക്കുക കേട്ടോ. അങ്ങനൊന്നും ഇല്ല, എന്തോ വേണേലും നമുക്ക് വാങ്ങിച്ചുകൊണ്ട് തരിക, അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഇതെല്ലാം ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലെ കുട്ടി കുട്ടി ഐറ്റങ്ങളും കൊണ്ടല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പാർലറിൽ ഞാൻ ഇന്നലെ പാർലറിലൊക്കെ നമ്മൾ പോകണമെങ്കിൽ സത്യമായിട്ട് ഈ പിള്ളേരൊക്കെ ഈ പൊരിയൊക്കെ എടുക്കാൻ പോകുന്നതിന് ഇപ്പോൾ 50-60 രൂപയൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ പഠിക്കണമായിരുന്നെന്ന്. സാരമില്ല, പഠിച്ചില്ലെങ്കിൽ നമ്മുടെ ചേച്ചിമാരൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അതേ ഞാനിപ്പോൾ ഒത്തിരി ആയിട്ട് ഇതൊക്കെ പഠിച്ചു കേട്ടോ. അതേ ഇങ്ങനെ ഈ കണ്ണിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്താം, ഇങ്ങനെ ഒരു 3-4-5 പ്രാവശ്യം ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തണമെന്നും ഒക്കെ അവർ പറയുമല്ലോ. ദേ ഇങ്ങനെ. പിന്നെ ഇത് നമുക്ക് അങ്ങോട്ട് എനിക്ക് കറക്റ്റായിട്ട് ആവുന്നില്ല കേട്ടോ. ഇങ്ങനെ വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അത് ശരിയാവും, പക്ഷേ ഞാൻ നോക്കിയിട്ട് എനിക്ക് ശരിയാവുന്നില്ല. പിന്നെ ഇങ്ങനെ മേപ്പോട്ട് നമ്മളിങ്ങനെ ആക്കാനും കവളൊക്കെ ചാടും കേട്ടോ. ഇവിടെ ഇങ്ങനെ ചാടി ഇരിക്കണമെന്ന് ചിലർക്ക് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ നമ്മളും ഇപ്പോൾ ഓരോന്നോരോന്നും നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ദേ ഇങ്ങനെ ഇതൊക്കെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ചേച്ചിമാരൊക്കെ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ നല്ല മനസ്സ് തന്നെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് നല്ല മനസ്സ് തന്നെയാണ് അവരുടെയൊക്കെ. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ തമ്പുരാൻ വഴി കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബ്യൂട്ടീഷ്യനൊന്നും പഠിക്കാനായിട്ടൊന്നും പോവണ്ട, ഇതൊക്കെ കണ്ട് നമുക്ക് ഓരോ ദിവസം ഓരോന്നൊക്കെ ചെയ്യാമല്ലേ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കുഞ്ഞ് വീഡിയോ കേട്ടോ. ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണം. ഒത്തിരി സന്തോഷം. സുപ്പുനും കമൻറ്റും ലൈക്കും ഒക്കെ തരുന്നവരോട് കേട്ടോ. പിന്നെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒത്തിരി സ്നേഹം കേട്ടോ സുപ്പുന്. നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം.